മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. പടമല സ്വദേശി അജിയാണ് കാട്ടാനയുടെ ആക്രമണത്തെ മരിച്ചത്. ഈ കാട്ടാനയെ കണ്ട് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കേറിയ അജിയെ ആന പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. കർണാടകയിൽ നിന്നെത്തിയ റേഡിയോ കോളർ ഘടിപ്പിച്ച മോഴ ആനയാണ് ആക്രമണം നടത്തിയത്. കമൽ ചേരുന്നുണ്ട് സംഭവ സ്ഥലത്ത് നിന്ന്, പ്രദേശത്ത് നിന്ന്. കമൽ, നമ്മൾ എന്തൊക്കെ പറയുകയാണെങ്കിലും ഈ മനുഷ്യ മൃഗ സംഘർഷത്തിന്റെ ഒടുവിലത്തെ ഇരയാണ് അജി. നമ്മൾ ഈ വനം വകുപ്പിന്റെ കാര്യം അത് എന്തൊക്കെ പറയുകയാണെങ്കിലും വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു തരത്തിലുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് കമൽ. കാരണം ഇപ്പോ കഴിഞ്ഞ ആഴ്ച തണ്ണീർക്കൊമ്പൻ ജനവാസ മേഖലയിൽ ഇറങ്ങി 10 പേര് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇപ്പോ ഈ ആന വന്നു ഒരാളെ കുത്തി മലർത്തി ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒരു കർഷകന്റെ. അതിനുശേഷം 3-4 പഞ്ചായത്തുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് ആളുകൾക്ക് പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശം കൊടുത്തതിന് ശേഷം ഒരു വലിയ തിരച്ചിലേക്ക്, ഒരു വലിയ ദൗത്യത്തിലേക്കൊക്കെ പോകുന്നു എന്ന് വനം വകുപ്പ് നാട്ടുകാരെ അല്ലെങ്കിൽ മറ്റ് ജനങ്ങളെ ഒക്കെ വനം വകുപ്പ് ഇങ്ങനെ ബോധിപ്പിക്കുകയാണ്. ഇതല്ല, ഈ ആന ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു ബോധവൽക്കരണം ആന ഇറങ്ങിയിട്ടുണ്ട്, ജനങ്ങൾ സൂക്ഷിക്കുക അല്ലെങ്കിൽ സുരക്ഷിതരായി വീട്ടിൽ തന്നെ തുടരുക, അത്തരത്തിലൊരു നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അജി ഇപ്പോഴും ഈ മണിക്കൂറിൽ നമുക്കൊപ്പം ഉണ്ടാകുമായിരുന്നു, അല്ലേ കമൽ? അത് തന്നെയാണ് പ്രധാനമായും ആളുകൾക്ക് പറയാനുള്ളത്. ഇന്നലെ മുതൽ നിങ്ങൾക്ക് ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല? ഇല്ല, ഇതുവരെ നമ്മൾക്ക് ഇന്ന് രാവിലെ എനിക്ക് 6:30 മണിക്കാണ് എൻ്റെ ഒരു അയൽവാസിയാണ് വിളിച്ച് പറയുന്നത്, ആന ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ പറമ്പിൽ, അപ്പുറത്തെ പറമ്പിൽ ആനയുണ്ട്, ആ ഷാജി സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിർത്തി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ സെയിം സാധനം എന്താ പറയുക, മുകളിൽ ഡ്രോൺ കണ്ടപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ പ്രദേശത്ത് ഒരു ആനയുണ്ട്, അവർ ട്രാക്ക് ചെയ്യുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ഇതിനെ കണ്ടില്ല, അത് അങ്ങോട്ട് പോയി. അപ്പോൾ ഇത് ദൂരമായിട്ട് പോയി കാണുമെന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് കുറച്ച് അതിന് മേലൊരു പള്ളിയുണ്ട്, ആ പള്ളി എടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു 10-30 ഫോറസ്റ്റേഴ്സ് ഉണ്ട്, അവിടെ ഒരു ലേഡി ഉണ്ട്, അവർ ആരാണെന്ന് എനിക്കറിയില്ല, അവരുണ്ടായിരുന്നു. അപ്പം ഇവർ ആൾക്കാരോട് ചോദിച്ചിട്ട് എങ്ങോട്ടാണ് പോയെന്ന് ഒരു ഐഡിയ ഇല്ല അവർക്ക്. ആന എങ്ങോട്ടാണ് പോയെന്ന് ഇവർക്ക് ട്രാക്കില്ല. ഇവർ പറഞ്ഞു ഞങ്ങൾ വൈകുന്നേരം 7 മണി തൊട്ട് ആനയുടെ പുറകെയുണ്ടെന്ന് പറഞ്ഞു. വൈകുന്നേരം 7 മണിക്ക് പുറകെയുണ്ടെന്ന് പറഞ്ഞിട്ട് ആനയെ ട്രാക്ക് ചെയ്യാതെ ഒരു റേഡിയോ കോളർ ഘടിപ്പിച്ചൊരു ആന. ഇത് നിങ്ങൾ ഇത്രയും ടെക്നോളജി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു സിഗ്നൽസോ അതിൻ്റെ ഒരു അപ്ഡേഷനോ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ എന്ത് സ്വത്തിനും ജീവന സംരക്ഷണം കൊടുക്കാൻ പറ്റും? അതുപോലെ തന്നെ ഞങ്ങളൊരു മനുഷ്യന്മാർ തമ്മിൽ ഒരു ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഗവൺമെൻറ് യു ക്യാൻ ഡു ഇറ്റ് മച്ച് ബെറ്റർ ദാൻ അസ് എന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്യണ്ടേ. അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങോട്ട് ആന ഓടി വന്നു. ആ ആന ഓടി വന്നു കഴിഞ്ഞപ്പം അവിടെ ആൾക്കാരെല്ലാവരും വണ്ടി കയറി ഇങ്ങോട്ട് പോന്നു. ഓരോ വണ്ടിയിൽ ഓരോരുത്തരാണുള്ളത്. അപ്പോൾ ഡ്രോണിൻ്റെ ചാർജ് പോയെന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടിൽ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുക. ഇത്രയും വലിയൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇങ്ങനെ ഒരു ആന ഇറങ്ങി ഒരാളുടെ ജീവൻ പോകുന്നിടം വരെ ഒരു ഡ്രോൺ വെച്ചിട്ടാണ് അവർ ആനയെ ട്രാക്ക് ചെയ്യുന്നത്. എത്രയോ ഡ്രോണുകൾ, എത്രയോ ലക്ഷങ്ങൾ നമ്മൾ മുടക്കുന്ന, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡ്രോൺ വെച്ചിട്ട് നമുക്ക് ഒരാളുടെ ജീവൻ പോകുന്നിടം വരെ ഇവർ ഡ്രോൺ കളിച്ചുകൊണ്ടിരുന്ന തന്നെ ചാർജ് പോയെന്ന് പറഞ്ഞ ഒരു പെട്ടിയിലാക്കി കൊണ്ടുവന്ന രീതിയിലുള്ള ഒരു പരിപാടിയല്ല ഇവിടെ വേണ്ടിയത്. പ്രോപ്പറായിട്ടുള്ള ഒരു ഫെൻസിങ്ങോ പ്രോപ്പറായിട്ടുള്ള ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള ഒരു പരിപാടി ഇവിടെ ഇല്ലെങ്കിൽ ആളുകൾ ശക്തമായിട്ട് പ്രതിഷേധിക്കും. ഇത് എൻ്റെ ഒരു കൂട്ടുകാരനാണ് മരിച്ചുപോയത്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഉത്സവം നടക്കുമായിരുന്നു ഇന്നലെ രാത്രി ഉത്സവം ഉണ്ടായിരുന്നു. കുറുക്കുമല ഉത്സവം നടക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പള്ളിയുടെ തൊട്ട് ചേർന്നുള്ള സ്ഥലത്ത് ഇന്നലെ 12 മണി വരെ അവിടെ ഉത്സവം ഉണ്ടായിരുന്നു. ആ സമയത്ത് അത് മിനിഞ്ഞാന്ന് ഇവിടെ ഈ പള്ളിയിൽ പെരുന്നാളായിരുന്നു. ഇപ്പോൾ ഈ സമയത്താണ് ഇത് ഇന്നലെ രാവിലെ തൊട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഇവർ ട്രാക്ക് ചെയ്തിട്ട് ആന പിടിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ തുരത്താൻ പറ്റുന്നില്ല? നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഞങ്ങൾ ആന പോകുന്നതിൻ്റെ പുറകെ നിങ്ങളും കൂടെ പോയതുകൊണ്ട് നമുക്ക് അത്രയും പൈസ നഷ്ടപ്പെടുന്നല്ലാതെ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ആനയെ എന്ത് തരത്തിൽ ട്രാക്ക് ചെയ്യുക, അതിനെ സറൗണ്ട് ചെയ്ത് അതിനെ പിടിക്കാൻ നോക്കണ്ടേ, അല്ലെങ്കിൽ കയറ്റി വിടാൻ നോക്കണം. ആൾക്കാർക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം. ഇത് കൊടുത്തിട്ടില്ല, ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഗ്രൂപ്പ് വഴി ഇവിടെ ആനയുണ്ടെന്ന് വിളിച്ച് പറഞ്ഞല്ലാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലോ ഗവൺമെൻറ് തലത്തിലോ യാതൊരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സേതു പറഞ്ഞതുപോലെ ഗുരുതരമായ വീഴ്ചയാണ് ആ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആളുകൾക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ സേതു പറഞ്ഞതുപോലെ ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതുകൊണ്ട് കാര്യമില്ല. പുലർച്ചെ ഇന്നലെ രാത്രി 9 മണി മുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയ്ക്ക് പിന്നാലെ ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആന പോകുന്ന ഭാഗങ്ങളിൽ, ആനയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണോ ആ ഭാഗങ്ങളിൽ മുൻകൂട്ടി ഇൻഫർമേഷൻ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അതാണ് ആളുകൾ വലിയ വീഴ്ചയായി, വലിയ പ്രതിഷേധമായി പറയുന്നത്. മാത്രമല്ല, ഈ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നു, ഡ്രോണിന്റെ ചാർജ് തീർന്നു എന്ന് പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ ഡ്രോൺ കാണുന്നില്ല. അതായത് സംവിധാനങ്ങൾ ഇല്ല അത്തരത്തിൽ നിരീക്ഷണത്തിന് എന്നാണ് പറയുന്നത്. റേഡിയോ കോളർ ഉള്ള ഒരു ആനയായിട്ട് കൂടി എന്തുകൊണ്ട് അതിനെ ട്രാക്ക് ചെയ്യാനോ അതിനെ തുരത്താനോ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. തീർത്തും ന്യായമായ ചോദ്യങ്ങളാണ്, തീർത്തും ന്യായമായ പ്രതിഷേധമാണ് വരുന്നത്. കാരണം ഇത്രയും വലിയ ജനവാസ മേഖലയിലേക്ക് ആന രാവിലെ 7 മണിയോടെ എത്തുന്നു. എന്തുകൊണ്ട് അതിന് മുൻപ് ഒരു മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം ഉണ്ടായില്ല? ഈ പെട്ടെന്ന് നിരോധനാജ്ഞ, ഇപ്പോൾ ആൾ മരിച്ചതിന് ശേഷം നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നു, ആളുകളോട് വീട്ടിലിരിക്കാൻ പറയുന്നു. പക്ഷേ അതുവരെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെയുള്ള അറിയിപ്പുകളല്ലാതെ
കൃത്യമായ ഒരു മൈക്ക് അനൗൺസ്മെൻറ്റോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെത്തി ജനങ്ങളോട് പറയുകയോ അത്തരത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അത്തരം ഒരു മുന്നറിയിപ്പും ഈ ഭാഗത്ത് ലഭിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ഈ ആനയെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സാങ്കേതികത്വം അവിടെ നിൽക്കുമ്പോൾ തന്നെ അത് അല്ല പ്രശ്നം. ഈ ഇൻഫർമേഷൻ പാസ് ചെയ്തില്ല, ആന ഇറങ്ങി എന്നുള്ള വിവരം ഈ നാട്ടിൽ അറിയിച്ചില്ല എന്നതൊരു ഗുരുതരമായ വീഴ്ചയായി നിലനിൽക്കുന്നു. സേതു.